ഇത് സംസാരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ മീഡിയ സമ്പർക്ക പരിപാടി ഇന്ന് എറണാകുളം പ്രസ് ക്ലബിനൊക്കെയാണ്, പിന്നെ തൃശ്ശൂരുമുണ്ട്. ഇത് LDFിന്റെ ഒരു കോൺഫിഡൻസിലെ കാണിക്കുന്നത് ഇലക്ഷനെ നേരിടുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് മാധ്യമങ്ങളോട് സംവാദത്തിന് വരുന്നു. അത് വലിയ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. മുഖ്യമന്ത്രി എല്ലാവരും പത്രക്കാരെ കാണാറില്ല, സംസാരിക്കാറില്ല. ഇപ്പം അദ്ദേഹം കനിഞ്ഞു തന്ന അവസരം നിങ്ങൾ വിനിയോഗിക്കുക, അത്രേ ഉള്ളൂ. അല്ല, SITയോട് എൻ്റെ തെളിവില്ല, അത് ഞാൻ പറഞ്ഞല്ലോ. എന്നോട് പറഞ്ഞ ആള് SITയുടെ മുമ്പിൽ പോയി പറയാൻ തയ്യാറാണ്. അപ്പോൾ അത് അദ്ദേഹം അവരോട് പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഈ വിവരം പറഞ്ഞ സാഹചര്യത്തിൽ എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അത് SITയോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ട് ഞാൻ മാധ്യമങ്ങളോട് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളോട് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ SITയുടെ മുമ്പിൽ അദ്ദേഹം പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ SITയുടെ മുമ്പിൽ വരട്ടെ, ഈ കാര്യം ചർച്ച ചെയ്യട്ടെ, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. അല്ല അല്ല എന്ന് എനിക്ക് അദ്ദേഹത്തോട് 1-2 ഇഷ്യൂസിൽ എനിക്ക് അദ്ദേഹം തന്ന വിവരങ്ങൾ ശരിയായിരുന്നു. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ തെളിവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാര്യം പറയാത്തത്. പക്ഷെ SIT അന്വേഷിക്കട്ടെ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വെച്ച് അന്വേഷിക്കട്ടെ. അല്ല അല്ല അല്ല, രാഷ്ട്രീയക്കാരനല്ല. പറയാം. അതെ, ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞല്ലോ, സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ നൊട്ടോറിയസ് ആൻറ്റി സ്മഗ്ലർ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നതായി കോടതി തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിന് വലിയ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് വലിയ മാനമുണ്ട്. ഇത് ഉന്നതങ്ങളിൽ അറിഞ്ഞു നടന്ന വലിയൊരു തട്ടിപ്പാണ്. വേറൊരു സ്വർണം അവിടുന്ന് അടിച്ചുകൊണ്ട് പോയെന്നുള്ളതല്ല, അതിനപ്പുറം ഇതിന് മാനമുണ്ട്. CPM അത് സ്വീകരിക്കാത്തതിൻ്റെ കാരണം അത് പത്മകുമാർ പലതും തുറന്നു പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണ്ടേ? ആ അല്ലല്ല, അത് SIT അന്വേഷിക്കട്ടെ. പിന്നെ തുടർന്ന് വേണേൽ കോടതിയിൽ അവർക്ക് ബോധ്യപ്പെടുത്താമല്ലോ. ഇപ്പം കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ ഇതെല്ലാം വരട്ടെ. അല്ല, അതിൻ്റെ വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ചിട്ടല്ല ചെയ്യാൻ പറ്റൂ, ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനാഷണൽ റമിഫിക്കേഷൻ ഉണ്ട് എന്ന് SITക്ക് ബോധ്യപ്പെട്ടാൽ SIT മേ റെഫർ ടു എ സെൻട്രൽ ഏജൻസി. അങ്ങനെ വരാം. അങ്ങനെയാണ് കിട്ടുന്ന വിവരങ്ങൾ, അങ്ങനെയാണ്. ഞാൻ ഇത് കേട്ടപ്പോൾ വളരെയധികം ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വലിയ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഇയാൾ പറയുന്നത് കേട്ടപ്പോൾ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നി. ഇതിനകത്ത് വാസവനും പങ്കുണ്ട്, കടകംപള്ളി സുരേന്ദ്രനും പങ്കുണ്ട്. ഇവരുടെ പങ്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാസവൻ്റെ രാജി ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു.